മീഷോയിൽ നിങ്ങൾക്ക് പിന്നെ വീഡിയോസ് ചെയ്യാൻ പറ്റാതായി പോകും. ഫേസ് കാണിച്ച് തന്നെ വീഡിയോ ചെയ്യണം എന്നുണ്ടോ എന്നുള്ളത്. മീഷോ പേ ലേറ്റർ വർക്ക് ആവുന്നില്ല, മീഷോ ഓപ്പൺ ആക്കുമ്പോൾ കണക്ട് ടു ഇൻസ്റ്റാഗ്രാം എന്നോ അല്ലെങ്കിൽ മീഷോ ക്രിയേറ്റർ ക്ലബ് എന്നോ കാണിക്കുന്നില്ല, മീഷോ ബാലൻസ് കിട്ടുന്നില്ല. ഹലോ എവ്രി വൺ. അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ ഒരു വീഡിയോ ഇട്ടിരുന്നു, അതായത് മീഷോ അഫിലിയേറ്റഡ് പ്രോഗ്രാമിനെ പറ്റിയിട്ട് ഒരു വീഡിയോ ഇട്ടിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചതിൽ അത്രയും ആൾക്കാരെ എനിക്ക് പേഴ്സണലി മെസ്സേജ് അയച്ചു, കമൻ്റ് ആയിട്ട് മെസ്സേജ് അയച്ചു. ഞാൻ ആദ്യം വിചാരിച്ചു ഓരോരുത്തർക്കായിട്ട് റിപ്ലൈ കൊടുക്കാമെന്ന്. പക്ഷേ എന്നെക്കൊണ്ട് പറ്റുന്നതിലും അധികം മെസ്സേജസ്, അതായത് കൂടുതൽ ഡൗട്ട്സ് വന്നിരിക്കുന്നത് മീഷോ പേ ലേറ്റർ വർക്ക് ആവുന്നില്ല, മീഷോ ഓപ്പൺ ആക്കുമ്പോൾ കണക്ട് ടു ഇൻസ്റ്റാഗ്രാം എന്നോ അല്ലെങ്കിൽ മീഷോ ക്രിയേറ്റർ ക്ലബ് എന്നോ കാണിക്കുന്നില്ല, മീഷോ ബാലൻസ് കിട്ടുന്നില്ല, അങ്ങനെ ഒത്തിരി ഡൗട്ട്സ് വന്നിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു എല്ലാം കൂടെ കൂട്ടി ഒരു വീഡിയോ ആയിട്ട് ക്ലിയർ ആയിട്ട് ഒന്നും കൂടെ ഞാൻ എങ്ങനെയാണ് അക്കൗണ്ട് എടുക്കുന്നത് അങ്ങനെ എല്ലാ ഡീറ്റെയിൽസും പറഞ്ഞുതരാം. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യരുത്, ഫുള്ളായിട്ട് കണ്ടാലേ മനസ്സിലാവത്തുള്ളൂ. ഓരോ കാര്യങ്ങളും നന്നായിട്ട് ശ്രദ്ധിച്ചാൽ മാത്രമേ പേയ്മെൻറ്റും കിട്ടത്തുള്ളൂ. അപ്പോൾ ഇതിൻ്റെ ബാക്കി വീഡിയോസ് ഇനി വരുന്നുണ്ട്. ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചു, അതുപോലെ തന്നെ ബെല്ലും കൂടെ ഓൺ ആക്കി ഇടുവാണെന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് വീഡിയോ വരുമ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും, എളുപ്പമായിരിക്കും. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ എൻ്റെ അടുത്ത് കൂടുതൽ ആൾക്കാരും ഡൗട്ടായിട്ട് ചോദിച്ച കാര്യമാണ്, മീഷോ കണക്റ്റായി, ഇൻസ്റ്റഗ്രാമും മീഷോയും തമ്മിൽ ലിങ്ക് ചെയ്തു, എല്ലാം ഓക്കെയാണ്, പക്ഷേ മീഷോ ബാലൻസ് കാണിക്കുന്നില്ല. മീഷോ ബാലൻസ് എന്നുള്ള ഓപ്ഷൻ വന്നിട്ടുണ്ട്, പക്ഷേ മീഷോ ബാലൻസ് 0 എന്നാണ് കാണിക്കുന്നത്. അപ്പോൾ അതെന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഇന്ന് മീഷോ ഇൻസ്റ്റഗ്രാമായിട്ട് ലിങ്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇന്ന് തന്നെ ഒരിക്കലും ആ ഓപ്ഷൻ വരത്തില്ല. ഓപ്ഷൻ വന്നാലും എന്താ പറയുക, മീഷോ ബാലൻസ് കയറില്ല. ഒരു 1 വീക്കെങ്കിലും വെയിറ്റ് ചെയ്യുക. 1 വീക്കിനുള്ളിൽ എന്തായാലും മീഷോ ബാലൻസ് കയറാതിരിക്കില്ല. മീഷോ ബാലൻസ് 600 റുപ്പീസ് ഉറപ്പായിട്ടും കയറും. എന്തായാലും ഒരു 1 വീക്ക് അല്ലെങ്കിൽ ഒരു 1 വീക്ക് വെയിറ്റ് ചെയ്യുക. 1 വീക്കിനുള്ളിൽ എന്തായാലും മീഷോ ബാലൻസ് കയറും. മീഷോ ബാലൻസ് ഒന്നല്ലെങ്കിൽ ഒരു പോപ്പ് മെസ്സേജ് പോലെ മീഷോ ക്രിയേറ്റർ ക്ലബിൻ്റെ അകത്ത് വരും. അതിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ മീഷോ ബാലൻസ് കയറുന്നതായിരിക്കും. പിന്നെ മീഷോ ബാലൻസ് വെച്ച് നമ്മൾ പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, മീഷോ ബാലൻസ് എന്നല്ല, ഏത് രീതിയിൽ നമ്മൾ മീഷോയിൽ നിന്ന് പ്രൊഡക്റ്റ് മേടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, നമ്മൾ ഓർഡർ ചെയ്യുന്ന സമയത്ത് ആ ഓർഡർ ചെയ്യുന്ന പ്രൊഡക്റ്റിന് റിട്ടേൺ പോളിസി ഉണ്ടോ എന്ന് ഉറപ്പായിട്ട് നോക്കുക. എന്ത് പ്രൊഡക്റ്റ് വാങ്ങിച്ചാലും ആ പ്രൊഡക്റ്റിന് താഴേക്ക് സ്ക്രോൾ ചെയ്യുമ്പോഴത്തേന് ഇങ്ങനെ 3 ഓപ്ഷനായിട്ട് കാണും. 7 days റിട്ടേൺ പോളിസി, അല്ലെങ്കിൽ ഒൺലി എക്സ്ചേഞ്ച്, നോ റിട്ടേൺ പോളിസി, അങ്ങനെ 3 ഓപ്ഷൻസ് കാണും. അതിൽ റിട്ടേൺ പോളിസി ഉള്ള പ്രൊഡക്റ്റ് മാത്രമേ നിങ്ങൾ എന്ത് ചെയ്യാവുള്ളൂ, ഓർഡർ ചെയ്യാവുള്ളൂ. കാരണം റിട്ടേൺ പോളിസി ഇല്ലാത്തത് വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പ്രൊഡക്റ്റ് റിട്ടേൺ ചെയ്യാൻ പറ്റില്ല. അങ്ങനെ ഒരു സിറ്റുവേഷൻ എത്തും. അപ്പം നമ്മൾ തന്നെ പൈസ മുടക്കി ആ പ്രൊഡക്റ്റ് നമ്മൾ തന്നെ യൂസ് ചെയ്യേണ്ടി വരും. അപ്പോൾ ആ ഒരു കാര്യം നിങ്ങൾ മസ്റ്റായിട്ടും ഓർഡർ ചെയ്യുന്ന സമയത്ത് തന്നെ ശ്രദ്ധിക്കണം. പിന്നെ രണ്ടാമത്തെ കാര്യമാണ് മീഷോ പേ ലേറ്റർ. മീഷോ പേ ലേറ്റർ എന്നുള്ളൊരു ഓപ്ഷൻ വെച്ചിട്ട് നമുക്ക് പ്രൊഡക്റ്റ് ഓർഡർ ചെയ്യാൻ പറ്റും. അതായത് ഇപ്പോൾ പേയ്മെൻറ്റ് ചെയ്യേണ്ട, ഒരു 1 മന്തിനുള്ളിൽ എപ്പോഴെങ്കിലും പേ ചെയ്താൽ മതി. പക്ഷെ നമുക്ക് ആ 1 മന്തിനുള്ളിൽ പ്രൊഡക്റ്റ് റിട്ടേൺ അയച്ചിട്ടുണ്ടെങ്കിൽ ആ പൈസ റീഫണ്ട് കയറും. അപ്പോൾ മീഷോ പേ ലേറ്റർ എന്നുള്ളൊരു ഓപ്ഷൻ മീഷോയിലുണ്ട്. ആ ഒരു മീഷോ പേ ലേറ്റർ നിങ്ങളുടെ ആധാർ കാർഡ്, പാൻ കാർഡിൻ്റെ നമ്പർ, ഡീറ്റെയിൽസ് ഒക്കെ അടിച്ചു കൊടുത്താൽ അതും ആക്ടിവേറ്റ് ആവും. ഓർഡർ ചെയ്യുന്ന സമയത്ത് ആ ഒരു ഓപ്ഷനൂടെ കാണിക്കും, മീഷോ പേ ലേറ്റർ എന്നുള്ളൊരു ഓപ്ഷൻ. അപ്പോൾ അത് വെച്ച് നിങ്ങൾക്ക് ഓർഡർ ചെയ്യാം. ഇൻ കേസ് മീഷോ ബാലൻസ് കിട്ടിയില്ല, ഒരു വഴിയിലും മീഷോ ബാലൻസ് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ ചെയ്യാം. പിന്നെ ഒത്തിരി പേരിനോട് ചോദിച്ചായിരുന്നു, ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് എന്തെങ്കിലും കുഴപ്പമുണ്ടോ, എന്തെങ്കിലും റിസ്ക് ഉണ്ടോ, അല്ലെങ്കിൽ നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് പൈസ പോവുമോ, അങ്ങനെ കാര്യങ്ങളൊക്കെ ചോദിച്ചിരുന്നു. ഒരിക്കലും ഇല്ല. ഇന്ന് വരെ മീഷോ വഴി എൻ്റെ അക്കൗണ്ടിൽ നിന്ന് 1 രൂപ പോലും പോയിട്ടില്ല. മറിച്ച് എൻ്റെ അക്കൗണ്ടിൽ പൈസ വന്നിട്ടേ ഉള്ളൂ. മീഷോയിൽ അങ്ങനെ റിസ്ക്കോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. നമ്മൾ ത്രൂ മീഷോയിൽ അല്ലെങ്കിൽ മീഷോയിലുള്ള സെല്ലേഴ്സിന് കുറച്ച് സെയിൽസ് ആണ് ഉണ്ടാകുന്നത്. അപ്പോൾ ഒരിക്കലും നമ്മുടെ അക്കൗണ്ടിലോ നമുക്കോ ഒരു റിസ്ക്കോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല. ആ കാര്യവും ഉറപ്പാണ്. പിന്നെ വന്ന് ഡൗട്ട് എന്താണെന്ന് ചോദിച്ചാൽ, മീഷോ ഓപ്പൺ ആക്കുമ്പോൾ മീഷോ ക്രിയേറ്റർ ക്ലബ് എന്ന് കാണിക്കുന്നില്ല, അല്ലെങ്കിൽ കണക്ട് ടു ഇൻസ്റ്റാഗ്രാമെന്നോ അങ്ങനെ ഒന്നും തന്നെ കാണിക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് ചോദിച്ചാൽ, അങ്ങനെ കാണിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ പ്ലേ സ്റ്റോറിൽ പോയിട്ട് മീഷോ സെലക്ട് ചെയ്യുക, മീഷോ എന്ന് അടിച്ചു കൊടുക്കുക. മീഷോയിൽ അപ്ഡേറ്റ് വന്ന് കിടപ്പുണ്ടെങ്കിൽ അപ്ഡേറ്റ് ചെയ്ത് നോക്കുക. അങ്ങനെ അപ്ഡേഷൻ വന്ന് കിടപ്പുണ്ടെങ്കിൽ അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ട് ഇത് വരും. അങ്ങനെ ചെയ്തിട്ടും വന്നില്ല എന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ ഒരു വീഡിയോ കാണിച്ചു തരാം, അതുപോലെ എന്തായാലും ചെയ്ത് നോക്കൂ, ഉറപ്പായിട്ടും വരും. ക്രോമിൽ കയറി മീഷോ ക്രിയേറ്റർ ക്ലബ്ബ് നടിക്കുക. അപ്പോൾ ആദ്യം വരുന്ന സൈറ്റിൽ കയറി കഴിയുമ്പോൾ ഡയറക്റ്റ് നിങ്ങളുടെ ഇൻസ്റ്റഗ്രാമിൻ്റെ യൂസർ നെയിമും പാസ്വേഡും അടിക്കാനുള്ള സ്ക്രീനിലെത്തും. അത് അലോ കൊടുത്തതിന് ശേഷമായിരിക്കും ഡയറക്റ്റ്ലി നിങ്ങളുടെ മീഷോയിലെ ക്രിയേറ്റർ ക്ലബ്ബ് ഓപ്ഷനിലേക്ക് ചെല്ലും. ഇങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ എന്തായാലും മീഷോ ക്രിയേറ്റർ ക്ലബ്ബ് എന്നുള്ളൊരു ഓപ്ഷൻ നിങ്ങളുടെ മീഷോയിൽ വരുന്നതായിരിക്കും. ഇതേപോലെ കണക്ട് ആയതിനു ശേഷം ഒരു 1 വീക്കിനുള്ളിലായിരിക്കും ഇതുപോലൊരു പോപ്പപ്പ് മെസ്സേജ് ആയിട്ടായിരിക്കും നിങ്ങൾക്ക് മീഷോ ബാലൻസിനുള്ള ഓപ്ഷൻ വന്ന് കിടക്കുക. മേ ബി ചിലർക്ക് അങ്ങനെയല്ലായിരിക്കും, ഡയറക്റ്റ് ആയിട്ട് മീഷോ ബാലൻസ് കയറുകയും ചെയ്യും. ഇനി നിങ്ങൾ ഓർഡർ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, ഇതുപോലെ കമ്മീഷൻ എന്ന് കാണിക്കുന്ന പ്രൊഡക്ട്സ് മാത്രം ഓർഡർ ചെയ്യാൻ നോക്കുക. ഓരോ പ്രൊഡക്ട്സിന്റെ അടിയിൽ അതിന്റെ എത്ര കമ്മീഷൻ വെച്ചാണ് നമുക്ക് കിട്ടുക എന്ന് കാണിച്ചിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഏറ്റവും കൂടുതൽ കമ്മീഷൻ വരുന്ന പ്രോഡക്റ്റ് തന്നെ നോക്കി
ഓർഡർ ചെയ്യുമെന്നുണ്ടെങ്കിൽ നമുക്ക് അത്രയും എമൗണ്ട് കിട്ടുന്നതാണ്. അതുപോലെ തന്നെ ഓർഡർ ചെയ്യുമ്പം റിട്ടേൺ പോളിസി ഉണ്ടോ എന്നുള്ള കാര്യം ഉറപ്പായിട്ട് നിങ്ങൾ ശ്രദ്ധിച്ചേ പറ്റൂ. പിന്നെ കുറച്ച് പേര് ചോദിച്ചായിരുന്നു ഫേസ് കാണിച്ച് തന്നെ വീഡിയോ ചെയ്യണം എന്നുണ്ടോ എന്നുള്ളത്. ഒരിക്കലും അങ്ങനെ ഫേസ് കാണിച്ച് തന്നെ വീഡിയോ ചെയ്യണം എന്നില്ല. പക്ഷെ മറ്റൊരാൾ ചെയ്ത വീഡിയോ അല്ലെങ്കിൽ മറ്റൊരാളുടെ കണ്ടന്റ് എടുത്ത് ഫേക്ക് വീഡിയോസ് ചെയ്യരുത്. ഫേക്ക് വീഡിയോസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരിക്കലും പേയ്മെന്റ് കിട്ടില്ല. അതുപോലെ തന്നെ മീഷോയിൽ നിങ്ങൾക്ക് പിന്നെ വീഡിയോസ് ചെയ്യാൻ പറ്റാതായി പോകും. അപ്പം ഞാൻ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞിരുന്നു നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങൾ കറക്റ്റായിട്ട് ഫോളോ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ എത്ര സെയിൽസ് ഉണ്ടെങ്കിലും നമുക്ക് പൈസ കയറില്ല എന്നുള്ള കാര്യം. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ ആദ്യം തന്നെ നമ്മൾ പ്രൊഡക്റ്റ് ഓർഡർ ചെയ്യുന്ന സമയത്ത് റിട്ടേൺ പോളിസി ഉണ്ടോ എന്ന് നോക്കുക. റിട്ടേൺ പോളിസി ഇല്ല എന്നുണ്ടെങ്കിൽ മീഷോ ക്രെഡിറ്റ് വെച്ച് നമ്മൾ വാങ്ങിക്കുന്നെങ്കിൽ നമുക്ക് ആ പ്രൊഡക്റ്റ് റിട്ടേൺ ചെയ്യാൻ പറ്റില്ല. നമ്മുടെ മീഷോ ക്രെഡിറ്റ് പോകും. നമുക്ക് എന്താ പറയുക, മേ ബി നമ്മുടെ അക്കൗണ്ട് വരെ പോകാൻ ചാൻസ് ഉണ്ട്. രണ്ടാമത്തെ കാര്യം, നമ്മൾ ഓരോ വീഡിയോസ് ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്യുമ്പോഴും അതിൽ മീഷോയുടെ ഒഫീഷ്യൽ അക്കൗണ്ട് ടാഗ് ചെയ്യണം. ടാഗ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പേയ്മെന്റ് കിട്ടില്ല. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ നിങ്ങളിപ്പോൾ മീഷോയിൽ ഓൾറെഡി ഒരു അക്കൗണ്ട് കാണുമല്ലോ. അത് നമ്മുടെ ഒരു ഫോൺ നമ്പർ വെച്ചായിരിക്കും അക്കൗണ്ട് എടുക്കുക. മാക്സിമം ആ ഫോൺ നമ്പർ തന്നെ വാട്സപ്പ് നമ്പർ ആയിരിക്കാൻ ശ്രദ്ധിക്കുക. നമ്മുടെ ആ വാട്സപ്പിലുള്ള നമ്പർ വെച്ച് തന്നെ നമ്മൾ മീഷോയിൽ അക്കൗണ്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും മിസ്റ്റേക്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നമുക്ക് മീഷോയിൽ നിന്നും വാട്സപ്പിലേക്ക് മെസ്സേജ് വരും. അവർ ക്ലിയർ ആയിട്ട് ഗൈഡൻസ് തന്നിട്ട് നമുക്ക് മീഷോയിൽ വാട്സപ്പിലേക്ക് മെസ്സേജ് വരും. പിന്നെ കുറച്ച് പേരോട് ചോദിച്ചായിരുന്നു ബാങ്ക് അക്കൗണ്ട് ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ കാണിക്കുന്നില്ല എന്നുള്ളത്. ബാങ്ക് അക്കൗണ്ട് ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ കാണിക്കുന്നത് ഒരു 1 വീക്ക് കഴിഞ്ഞിട്ടാണ്. അപ്പോൾ അതുവരെ വെയിറ്റ് ചെയ്ത് നോക്കുക. ഇത് എന്തായാലും ഓപ്ഷൻ കാണിക്കും. ഒരു 1 വീക്ക് മീഷോ ബാലൻസ് കയറാനായിട്ടും അതുപോലെ തന്നെ മീഷോയിൽ ബാങ്ക് ഡീറ്റെയിൽസ് ആഡ് ചെയ്യാനായിട്ട് ഒരു 1 വീക്ക് എടുക്കും. അപ്പോൾ അതുവരെ എന്തായാലും വെയിറ്റ് ചെയ്തിരിക്കാം. പിന്നെ കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു മീഷോയിൽ നിന്ന് മാത്രമല്ലല്ലോ എല്ലാവരും ചെയ്യുന്നത്, ഫ്ലിപ്കാർട്ടിൽ നിന്ന് ചെയ്യുന്നുണ്ട്, മിന്ത്ര അതുപോലെ മറ്റുള്ള ആപ്ലിക്കേഷനുകളിൽ നിന്നും മറ്റുള്ള പ്ലാറ്റ്ഫോംസിൽ നിന്നും പ്രൊഡക്ട്സ് ഒക്കെ മേടിക്കുന്നവരുണ്ട്. അപ്പോൾ അതിനെന്താ ചെയ്യേണ്ടതെന്നുള്ളത് അപ്പോൾ ആ ഒരു വീഡിയോ സെപ്പറേറ്റ് ആയിട്ട് ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് ചെയ്തിട്ടേക്കാം. അപ്പോൾ എന്തായാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ. എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി, ഞാൻ ഉറപ്പായിട്ടും ക്ലിയർ ചെയ്ത് തരാം.